ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പാനലാണ്. കാരണം ഇത് ആദ്യത്തെ എഡ്യൂക്കേഷൻ ട്രാക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നൊരു പാനലായിരുന്നു. VC റൗണ്ട് ടേബിൾ, എങ്ങനെ ഒരു ഫ്യൂച്ചർ യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യാം എന്നത്. പക്ഷെ അന്ന് എല്ലാ വൈസ് ചാൻസലേഴ്സിനെയും ചാൻസലർ ഒരു ലഞ്ചിന് വിളിച്ചത് കൊണ്ട് അന്ന് നടന്നില്ല. വളരെ കോൺഫിഡൻ്റ് ആണെങ്കിലും എനിക്ക് വളരെ റെലവൻ്റ് ആയിട്ട് തോന്നുന്നത് ഏറ്റവും ലാസ്റ്റ് ഡേയിൽ ഈ ഒരു പാനൽ വരാൻ കാരണം നമ്മൾ ഈ 7 ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്യൂച്ചർ എന്താകണം, പല സെക്ടേഴ്സിലും ഡൊമൈൻസിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എഡ്യൂക്കേഷനിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് എന്നതായിരുന്നു. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം ഈ സിസ്റ്റത്തിൽ റിഫ്ലക്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ഫ്യൂച്ചർ ജനറേഷനെ അല്ലെങ്കിൽ ഒരു യങ് ജനറേഷനെ മോൾഡ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റം കേപ്പബിൾ ആവുകയുള്ളൂ. അപ്പോൾ വളരെ ആപ്റ്റായിട്ട് അത് വെരി ഫൈനൽ ഡേ തന്നെ നടന്നു. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ഡിസ്കഷൻസിൻ്റെ എല്ലാം ഒരു റിഫ്ലക്ഷനും അതിൽ നിന്നുള്ള ടേക്ക് അവേസ് എല്ലാം ഒരു ആക്ഷൻ പോയിന്റിലേക്ക് എത്തിക്കാൻ ഈ സെഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് അതിലും വലിയൊരു റെലവൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് യൂണിയൻ ബഡ്ജറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുമായിരുന്നു. യൂണിയൻ ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത 2-3 കാര്യങ്ങളിൽ യൂണിയൻ ബഡ്ജറ്റിൽ ഞാൻ നോട്ട് ചെയ്തത്, മൊത്തം ബഡ്ജറ്റ് കോപ്പി വായിക്കുന്നേ ഉള്ളൂ, പെട്ടെന്ന് നോട്ട് ചെയ്ത 2-3 കാര്യങ്ങൾ എഡ്യൂക്കേഷനും സ്കിൽ ഡെവലപ്മെൻറ്റിനും വളരെ കരുതലോടെ ഊന്നൽ നൽകിയ ഒരു ബഡ്ജറ്റായിരുന്നു ഇത്. അതിന് ഏറ്റവും പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നാഷണൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ സ്കില്ലിംഗ്. ഇതുവരെ നമുക്ക് IITസും IIMസും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നാഷണൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ സ്കില്ലിംഗ് എന്ന് പറയുന്ന പുതിയൊരു ഇനിഷ്യേറ്റീവ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ടെക്നോളജിയിലും AI പോലുള്ള നൂതന സാങ്കേതിക വിദ്യയിലും ഊന്നി എങ്ങനെ വിദ്യാഭ്യാസം കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതി, വിദ്യാഭ്യാസ രീതി എങ്ങനെ എഫിഷ്യൻ്റ് ആക്കാം എന്നതിന് ഊന്നൽ നൽകിക്കൊണ്ട് 500 കോടി രൂപ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 500 കോടി രൂപയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് AI ഇൻ ടീച്ച് എഡ്യൂക്കേഷൻ, ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഡ്യൂക്കേഷൻ എങ്ങനെ ഫലവത്തായ രീതിയിൽ ഉപയോഗിക്കാം എന്നതിന് വേണ്ടിയുള്ള ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ് ഈ ഡിസ്കഷൻ. കാരണം ഇത് വളരെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻജിനീയേഴ്സാണ്. കാരണം വൈസ് ചാൻസലേഴ്സ് 4 വൈസ് ചാൻസലേഴ്സും എൻജിനീയേഴ്സാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ടും എൻജിനീയറിംഗ് ആണ്. നമ്മുടെ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് കൾട്ടിവേറ്റിംഗ് വിസ്ഡം ഫ്രം കേരള ടു ദ വേൾഡ് എന്നാണ്. കാരണം ഇതിന് റെലവൻസ് എന്ന് പറഞ്ഞാൽ കേരളം നമ്മളൊരു നോളജ് എക്കോണമി ആയിട്ട് ബിൽഡ് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുവേണ്ടി നോളജ് മിഷൻ സ്ഥാപിച്ചു. നോളജ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഒരു നോളജ് ഡ്രിവൺ എക്കോണമി, നോളജ് വഴി എങ്ങനെ ഒരു എക്കോണമി ബിൽഡ് ചെയ്യാമെന്നും അതിന് ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് റിവേഴ്സ് മൈഗ്രേഷനും അതുപോലെ തന്നെ ഒത്തിരി കമ്പനികളെ നമ്മളിവിടെ വിളിക്കുന്നു. നമ്മളിരിക്കുന്ന ഇൻഫോ പാർക്കിൽ തന്നെ ഏണസ്റ്റ് ആൻഡ് യങ് കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ സെൻറ്റർ, ഏകദേശം 3000-ഓളം പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ സെൻറ്റർ ഏണസ്റ്റ് ആൻഡ് യങ് ഓപ്പൺ ചെയ്തു. IBM പുതിയ ഫെസിലിറ്റീസ് ഓപ്പൺ ചെയ്യുന്നു. പുതിയ കമ്പനികൾ വരുന്നു. ട്രിവാൻഡ്രം, കാലിക്കറ്റ് എല്ലാം IT ഹബ്ബുകളായി മാറുന്നു. IT മാത്രമല്ല, അദാനി പോർട്സ്, അതുപോലെ തന്നെ ഒത്തിരി ഡെവലപ്മെൻറ്റ് നമ്മുടെ സ്റ്റേറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് വേണ്ട ഒരു വർക്ക് ഫോഴ്സിനെ സപ്ലൈ ചെയ്യാൻ ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഉണ്ടോ? അതൊരു ചോദ്യം തന്നെ. ഈ ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന കുട്ടികളും ഇൻഡസ്ട്രി തമ്മിലുള്ള എക്സ്പെക്റ്റേഷൻസ് മാച്ച് ചെയ്യുന്നുണ്ടോ? അതെങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം? അതുപോലെ തന്നെ ഈ വിസ്ഡം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ റെഡിമെയ്ഡായിട്ട് ബിൽഡ് ചെയ്യാൻ ഈ റിസോഴ്സസിനെ, ഇൻഡസ്ട്രിക്ക് വേണ്ട റിസോഴ്സസിനെ എങ്ങനെ റെഡിമെയ്ഡായിട്ട് ബിൽഡ് ചെയ്യാം? കാരണം ഏറ്റവും കൂടുതൽ എംപ്ലോയേഴ്സ് പറയുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വരുന്ന ഗ്രാജുവേറ്റ്സിന് വീണ്ടും ട്രെയിനിങ്ങും അപ്സ്കില്ലിങ്ങും കൊടുക്കണം. അത് എംപ്ലോയേഴ്സിന് വേണ്ട രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി ആ ഒരു ഗ്യാപ്പ് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം? ഇതൊക്കെയുള്ള പോയിന്റിലാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എല്ലാ വൈസ് ചാൻസലർസോടും എനിക്കൊരു ചോദ്യമാണുള്ളത്. ഇപ്പോഴത്തെ സിസ്റ്റത്തെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു? നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിസ്റ്റത്തെ ഉറപ്പായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ സിസ്റ്റത്തെ ക്ലോസ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പദ്ധതികളും പ്രൊജക്റ്റുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ഇപ്പോഴത്തെ സിസ്റ്റത്തെ നമ്മളെങ്ങനെ നിങ്ങളുടെ വ്യൂവിൽ എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മുടെ ഈ സബ്ജക്റ്റ് കൾട്ടിവേറ്റിംഗ് വിസ്ഡം ഫ്രം കേരള ടു ദ വേൾഡ് എന്ന് പറയും നമ്മൾ വളരെ പോസ്റ്റ് ചെയ്താലും എന്താണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ? ഇനി ആ ഒരു സബ്ജക്റ്റിനോട് അലൈൻ ചെയ്യാൻ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളിനി യൂണിവേഴ്സിറ്റികളിൽ വരുത്തണം?
നമ്മുടെ ഈ സമ്മിറ്റിൻ്റെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് അത് തന്നെയായിരുന്നു. ഫ്യൂച്ചർ റെഡി ജനറേഷനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു തുടക്കം വിദ്യാലയത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും തുടങ്ങണം. കാരണം ഒരു കൺട്രി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം മാറ്റം വരേണ്ടത് വിദ്യാഭ്യാസത്തിൽ നിന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ എന്ത് മാറ്റമാണ് ഇനി വരേണ്ടത്, നിങ്ങളിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ ഈ വശത്ത് തന്നെ തുടങ്ങാം. സാറിൻ്റെ വ്യൂസ് കേട്ടിട്ട് നമ്മൾ ഓരോരുത്തരും അവരുടെ വ്യൂസ് പറയുക. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഞാൻ ടോം സാർ അപ്പം ആദ്യം വിഷയത്തോട് പ്രതികരിക്കുന്നത് ഡോക്ടർ കെ ശിവപ്രസാദ് ആണ്. ഭാവിയുടെ ഭാരതത്തെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കൊച്ചി എന്ന നഗരത്തിലുള്ള ജെയിൻ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നടത്തി വരുന്ന ഈ കോൺക്ലേവ് എന്നോ ഈ ശിബിരമെന്നോ എന്തുമായിക്കോട്ടെ, അതിൻ്റെ ഈ സ്റ്റേജിലേക്ക്, ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ടോം ചോദിച്ച ഒരു സുപ്രധാനമായ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ഒരുപക്ഷെ നൈപുണ്യ വികസനം എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു വാക്കാണിത്. നൈപുണ്യം എന്ന് പറഞ്ഞാൽ സ്കില്ല്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യയ്ക്ക് പല 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 മാനങ്ങളുണ്ട്. ഇൻഫർമേഷൻ ഉണ്ടാവാം, നോളജ് ഉണ്ടാവാം, വിസ്ഡം ഉണ്ടാവാം. ഇതെല്ലാം വിദ്യയുടെ ഭാഗമാണ്. ഈ വിദ്യയുടെ ഭാഗത്തിൻ്റെ ഒരു പ്രായോഗിക തലമാണ് നൈപുണ്യം. നമ്മൾ എന്ത് പഠിക്കുന്നു അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജോലിയിൽ അത് പ്രയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ നൈപുണ്യത്തിൻ്റെ അതിൻ്റെ ഒരു ലക്ഷണം. എൻ്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയിൽ അധ്യാപകനാണ് ഇപ്പോഴും. അപ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയിൽ ഈ ഷിപ്പ് എന്ന് പറയുന്ന വലിയ പ്രൊഡക്റ്റാണ്. നിങ്ങൾ കണ്ടു കാണും, ലോകത്തെ ഏറ്റവും വലിയ ഈ പ്രോബബ്ലി ദി ലാർജസ്റ്റ്, ദി ബിഗ്ഗസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റ് ഇൻ ദി വേൾഡ് ഇസ് എ ഷിപ്പ്. അങ്ങനെ ഏറ്റവും വലിയ ഒരു പ്രൊഡക്റ്റായിട്ടുള്ള ഷിപ്പ് കലാശാലയിലോ സർവകലാശാലയിലോ അതിൻ്റെ രൂപമുണ്ടാക്കാനോ ആകൃതി ഉണ്ടാക്കാനോ സാധിക്കില്ല. അത് വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ഒരു ധനസമാഹരണം വേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുമ്പോഴും ഇപ്പോഴും ഷിപ്പ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾക്ക്, മാഡം അവിടുത്തെ വൈസ് ചാൻസലർ ആയിരുന്നു, ഷിപ്പ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾക്ക് വെക്കേഷൻ ഇല്ല. ഞങ്ങൾ ആ സമയത്ത് ഏപ്രിൽ മാസം 31 ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലേക്ക് വെക്കേഷനിൽ ഇൻറ്റേൺഷിപ്പിന് പോകും. 2 മാസം കഠിനമായിട്ടുള്ള ഇൻറ്റേൺഷിപ്പാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് യാതൊരു സഹായവും കിട്ടില്ല. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഷിപ്പ് യാർഡിൽ നിന്നുള്ള ഇൻറ്റേൺഷിപ്പിനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരും. ബാക്കിയുള്ള എല്ലാം നമ്മൾ നോക്കണം. അങ്ങനെ 2 മാസം വെക്കേഷൻ ഇല്ലാതെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഒരുപക്ഷെ വെക്കേഷൻ ഇല്ലാത്ത ഏക വിദ്യാർത്ഥി സമൂഹമായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയുടേത്. 2 മാസം ഷിപ്പ് യാർഡുകളിലും അതുപോലെയുള്ള അനുബന്ധ മറീൻ ടെക്നോളജി വ്യവസായങ്ങളിലും ചെലവഴിച്ചവരാണ് ഞങ്ങൾ. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയിൽ ഇൻറ്റേൺഷിപ്പ് എന്ന ഒരു പദ്ധതിയുണ്ട്. ആ ഇൻറ്റേൺഷിപ്പിലൂടെ ധാരാളം പ്രായോഗികമായിട്ടും ജീവിതത്തിലും ജോലിയിലും പ്രൊഫഷനിലും എല്ലാത്തിലും പ്രായോഗികമായിട്ട് ഞങ്ങൾ നേടിയെടുത്തവരാണ്. അതിൻ്റെ വില നമുക്ക് ഷിപ്പ് ടെക്നോളജിയിൽ ആരോട് ചോദിച്ചാലും അതിൻ്റെ വില മനസ്സിലാവും. കാരണം ഇന്ന് വേൾഡ് മാരിടൈം ഇൻഡസ്ട്രി സെക്ടറിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഗ്രാജുവേറ്റ്സാണ് ഭരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മെറീൻ ടെക്നോളജി ഭാഗമായിട്ടുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMOയിലെ 5 or 6 കമ്മിറ്റികളുടെ തലപ്പത്ത് ഈ കൊച്ചു കേരളത്തിലെ ഈ കൊച്ചിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ബിരുദധാരികളാണ്. അതൊന്ന് ആലോചിച്ച് നോക്കണം. ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അതിൻ്റെ പിന്നിലുള്ളത് ഈ 2 മാസങ്ങളായിട്ട് 4 കൊല്ലം നമ്മൾ നേടിയെടുത്ത ഇൻറ്റേൺഷിപ്പ് എന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അതാണ് നമ്മളുടെ വലിയൊരു വിജയ രഹസ്യം. അതുകൊണ്ട് ഇൻറ്റേൺഷിപ്പ് എന്നുള്ളത് ഇപ്പോഴാണ് AICTE കൊണ്ടുവരുന്നത്. ആ AICTE കൊണ്ടുവരുന്നതിന് 50 കൊല്ലം മുമ്പേ നമ്മളത് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായശാല ഒരുപക്ഷെ ആകാവുന്ന കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ചെയർമാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയിലെ ഒരു പ്രൊഡക്റ്റാണ്.
അത് കണ്ടാലറിയാം, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാലറിയാം എന്താണ് നമുക്ക് ഈ നൈപുണ്യ വികസനം അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിൽ നിന്ന് കിട്ടി എന്നത്. അതുകൊണ്ട് അതിനെ ഞാൻ ഡോക്ടർ ടോം പറഞ്ഞതിനെ പൂർണ്ണമായും സമർത്ഥിക്കുകയാണ്. ഇൻറ്റേൺഷിപ്പ് ആണ് നൈപുണ്യ വികസനത്തിന്, സ്കിൽ ഡെവലപ്മെൻറ്റിന് ഒരു വിദ്യാർത്ഥിക്ക് ആധികാരികമായിട്ട് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത്. സാർ, എന്നോട് ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് ഞാൻ അടുത്തതിലേക്ക് പോകാം. സാറ് ഷിപ്പ് ടെക്നോളജിയുടെ കാര്യം പറഞ്ഞു, പക്ഷേ ഒരു ആസ് എ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വാട്ട് എക്സ്റ്റെൻറ്റ് എല്ലാ ഡിസിപ്ലിൻസിലേക്കും ഷിപ്പ് ടെക്നോളജി ഒരു വളരെ നീഷായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഏരിയയാണ്. ബാക്കി യൂണിവേഴ്സിറ്റിയുടെ മൾട്ടി ഡിസിപ്ലിൻ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ടോപ്പ് സബ്ജക്ട് ഡൊമൈൻസ് അവിടെ ടീച്ച് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു മോഡൽ ഷിപ്പ് ടെക്നോളജിയിൽ പ്രൂവൺ ആയിട്ടുള്ള മോഡൽ ബാക്കിയുള്ള ഡൊമൈൻസിലേക്കും ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും ഓഫറിങ്സിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് പറ്റിയിട്ടുണ്ടോ, അതെയോ അതൊരു വീണ്ടും ചലഞ്ച് അതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ടോ? കാരണം എഞ്ചിനീയറിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും കോർ എഞ്ചിനീയറിംഗ് ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളാണ് അല്ലേ? ഇതിലൊരു പ്രത്യേകമായിട്ടൊരു സംഭവവികാസം, ഒരുപക്ഷെ ഇൻറ്റേൺഷിപ്പ് സാറ് പറഞ്ഞ പോലെ വളരെ ഒരു ചെറിയ ഒരു സെക്ടറിലുള്ള വളരെ എന്താ പറയുക റയറായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങളുണ്ടാകാം. പക്ഷേ കഴിഞ്ഞ കൊല്ലം നിർമ്മല സീതാരാമൻ അവരുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ഒരു പ്രമേയമുണ്ട്. അതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം. ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ പല ഷിപ്പ്യാർഡുകളിലും മെസഗൺ ഡോക്സ്, ഗാർഡൻ റീച്ച്, ഇവിടെയൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഈ 2 മാസം നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടാറില്ല. നമുക്ക് ഭക്ഷണം പരിമിതമായ രീതിയിലേ കിട്ടാറുള്ളൂ. നമ്മൾക്ക് വേണ്ടത്ര ഒരു സഹായ സഹകരണം അവർക്ക് അവിടുത്തെ എൻജിനീയേഴ്സിന് നൽകാൻ സാധിച്ചിരുന്നില്ല. അത് കാരണം ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കൊല്ലത്തെ ബജറ്റിൽ വളരെ പ്രത്യേകമായിട്ടൊരു തീരുമാനമെടുത്തു, പ്രൈം മിനിസ്റ്റേഴ്സ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം. അതായത് കമ്പനി ആക്ട് പ്രകാരമുള്ള കമ്പനികളിൽ നിന്ന് അവരുടെ ലാഭവിഹിതത്തിലെ ഒരു ഭാഗം CSRന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ആ CSRൽ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് പൈസ, അതായത് തുക മാറ്റിവെക്കാമെന്ന ഒരു സുപ്രധാനമായ തീരുമാനമുണ്ടായിരുന്നു. ആ അതിൻ്റെ ഭാവി ഒന്ന് നിങ്ങൾ നോക്കണം. ഇതുവരെ അങ്ങനെ ഒരു യുവാക്കൾക്ക് CSRൻ്റെ ഫണ്ട് കിട്ടുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടില്ല. എല്ലാ ദരിദ്രർക്കും പീഡിതർക്കും അതുപോലെയുള്ള ബാക്കിയുള്ള സമുദായങ്ങൾക്കായിരുന്നു. ഇപ്പോൾ നമുക്ക് യുവാക്കൾക്ക് വേണ്ടിയിട്ട്, പഠിച്ചിറങ്ങുന്നവർക്ക് വേണ്ടിയിട്ട്, പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം അത് നടത്തുവാനുള്ള തുക അവരുടെ CSRൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുമെന്ന സുപ്രധാനമായ തീരുമാനം. ഞാൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ അവസാനത്തെ ബോർഡ് മീറ്റിങ്ങിൽ ഒരു തീരുമാനമെടുത്തു. കഴിഞ്ഞ കൊല്ലത്തെ CSR ഫണ്ടിങ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ്, ഗ്രാജുവേറ്റ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെക്കണമെന്ന്. ഒരുപക്ഷെ ഇതൊരു സുപ്രധാനമായ തീരുമാനമാണ്. എൻജിനീയറിംഗിൽ മാത്രമല്ല സോഷ്യൽ സയൻസിലെ വിദ്യാർത്ഥികൾക്കും അവരുടേതായിട്ടുള്ള ഒരു മേഖല കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ കമ്പനികൾക്ക് ഒരു കമ്പനിക്ക് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി മാത്രമല്ല, അതിന് സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് MSc സോഷ്യോളജിയോ MSc എന്ത് പഠിക്കുന്ന ആൾക്കും ഒരു തുക ഇതിനു വേണ്ടി മാറ്റിവെക്കാം. ആ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ ഇൻറ്റേൺസിന് വേണ്ടിയിട്ട് ഒരു കെട്ടിടവും സംവിധാനവും അതുപോലെയുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കാനുള്ള ഒരു അവകാശം ഇപ്പോഴുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും, ഷിപ്പ് ടെക്നോളജിയിലെ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ ബിരുദധാരികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഇത് വലിയ ഫലപ്രദമായ ഒരു രീതിയായിട്ട് പരിണമിക്കാൻ സാധ്യതയുണ്ട്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നല്ലൊരു പോയിൻ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ എന്തുമാത്രം ബാക്കിയുള്ള ഡൊമൈൻസ് അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഉറപ്പായിട്ടും വളരെ നീഷ് സബ്ജക്റ്റുകളായ ഷിപ്പ് ടെക്നോളജിയോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സ്റ്റുഡൻറ്റ് നമ്പേഴ്സുള്ള ഏരിയകളിൽ ഇൻറ്റേൺഷിപ്പ് വളരെ എളുപ്പമായിട്ട് നടക്കുന്നു. ബാക്കിയുള്ള ഫീൽഡുകളിൽ ഇനിയും യൂണിവേഴ്സിറ്റികളും കോളേജുകളും അത് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു CSR പ്രൊവിഷനും ഒക്കെ ഉള്ളത് കുറച്ചും കൂടെ നമുക്കത് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഉപയോഗിക്കാനും ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാനും കഴിയുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ അടുത്ത ചോദ്യം ബിജോയ് സാറിനോടാണ്. ബിജോയ് സാർ ഞെട്ടിയല്ലേ? സാറ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരു കൊച്ചി വൈസ് ചാൻസലറായിരുന്നു. അപ്പോൾ ആദ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റി, കൊച്ചിയും ഒരു റീജിയണൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും കൊച്ചിക്കൊരു അപ്പീലുണ്ട്, ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ അപ്പീലുണ്ട്. കാരണം കേരളത്തിൻ്റെ മൊത്തം ഒരു ബിസിനസ് ക്യാപിറ്റൽ, IT ക്യാപിറ്റൽ എന്ന് പറയുമ്പം
അതിൻ്റേതായ ഒരു അട്രാക്ഷനും അതിൻ്റേതായ USPs അതിൻ്റേതായ അഡ്വാൻറ്റേജസും മെറിറ്റ്സും എല്ലാം ഉണ്ട്. കണ്ണൂർ ഒരു റീജിയണൽ യൂണിവേഴ്സിറ്റിയാണ്. കാരണം കണ്ണൂർ, കാസർഗോഡ്, എനിക്ക് തോന്നുന്നു വയനാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്നുള്ളൂ. ഒരു റീജിയണൽ യൂണിവേഴ്സിറ്റിയിൽ ഉറപ്പായിട്ടും കൊച്ചിയിലുള്ളവർക്ക് ഇതൊക്കെ സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. ഇൻറ്റേൺഷിപ്പും പ്ലേസ്മെൻറ്റും എംപ്ലോയേഴ്സൊക്കെ സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം വി ക്യാൻ ഗോ ടു എനി ഡോർ ആൻഡ് നോക്ക് ഇറ്റ് ആൻഡ് വി ക്യാൻ ബ്രിങ് ദം. പക്ഷേ കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്ത്, പക്ഷേ കണ്ണൂർ ഉള്ള കുട്ടികൾക്കും ഇത് നിഷേധിക്കപ്പെടരുതല്ലോ. കാരണം എഡ്യൂക്കേഷൻ എല്ലാവരുടെയും ബേസിക് റൈറ്റാണ്. അത് കൊച്ചിയിലും കോഴിക്കോടും കണ്ണൂരും ഒരുപോലെ കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ് എയിം ചെയ്യുന്നത്. അപ്പോൾ കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്ത് റീജിയണൽ യൂണിവേഴ്സിറ്റി എന്ന നിലയ്ക്ക്, ഞാൻ റീജിയണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തെ ബേസ് ചെയ്ത് കേട്ടോ, ഈ ഒരു സിസ്റ്റം, നമ്മൾ ഇൻറ്റേൺഷിപ്പ് സിസ്റ്റം മാത്രമല്ല, നമ്മൾ ഈ സബ്ജക്റ്റിനോട് അലൈൻ ചെയ്യുമ്പോൾ ഒരു ഗ്ലോബൽ വർക്ക് ഫോഴ്സിനെ ബിൽഡ് ചെയ്യാൻ ഉറപ്പായിട്ടും റീജിയണൽ യൂണിവേഴ്സിറ്റികൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അതെങ്ങനെയാണ് സാറ് ഫേസ് ചെയ്തത്, സാറിൻ്റെ വ്യൂസ് എന്താണ്, ആ സിസ്റ്റം അതിന് കേപ്പബിൾ ആണോ, അതിന് സിസ്റ്റത്തിൽ എന്തുമാത്രം കറക്ഷൻസും അല്ലെങ്കിൽ എന്തുമാത്രം മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, താങ്ക് യു. Good evening to my colleagues of the Jain University. Most respected Professor Lata, teacher, was former Vice Chancellor of KUSAT, also now Pro-VC of this great institution. My beloved colleagues, Vice Chancellors and colleagues of Cochin University. ശരിക്കും cultivating Dr. Tom's great director of Jain. Thank you. ഡോക്ടർ ടോംസ് ചോദിച്ചാൽ വളരെ റിലവൻറ്റും വളരെ ആപ്ലിക്കബിലിറ്റി നാഷണൽ, റീജിയണൽ, കേരളം ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ആസ്പെക്റ്റ് ഓഫ് സ്കില്ലിംഗ്, വൊക്കേഷണലൈസേഷൻ, ഡിജിറ്റലൈസേഷൻ. ഇതൊരു വലിയൊരു ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്കില്ലിംഗ്, നമ്മൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം അടുത്ത കാലത്തെ NEP റെഗുലേഷൻസ് 2020 വന്നിരിക്കുന്നത്. വി തോട്ട് മോർ ഇൻ ടു അവർ ഹെഡ്. അപ്പം നമ്മൾ ഈ NEP 2020 ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴേ അതിൽ മെയിൻലി ഫൗണ്ടേഷൻ കോഴ്സസ്, ഇഫ് യു ലുക്ക് അറ്റ് ദി FIUGP പ്രോഗ്രാം, ഫൗണ്ടേഷൻ കോഴ്സസിലാണ് ഏറ്റവും അധികം നമ്മൾ മെൻ്റൽ എബിലിറ്റി കോഴ്സസ്, അതിൽ സ്കില്ലിംഗ് കോഴ്സസ്, ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വളരെയേറെ നമുക്കതിൽ ഫൗണ്ടേഷനിൽ തന്നെ ഉണ്ട്. അപ്പം ആ വാല്യൂ ആഡഡ് കോഴ്സസ്, ഫൗണ്ടേഷൻ കോഴ്സസ്, ഇതിൻ്റെ ഇപ്പോൾ ഡോക്ടർ ടോംസ് ചോദിച്ച പോലെ അതിൻ്റെ അഭാവം. ഇപ്പോൾ കണ്ണൂരും, ഞാൻ ഇപ്പം പല കൂസാറ്റിലുണ്ടായിരുന്നു കഴിഞ്ഞ അബൌട്ട് 2 decades. അപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ കണ്ണൂർ ഈസ് എ വെരി ആസ്പിറേഷണൽ യൂണിവേഴ്സിറ്റി. ഓൾമോസ്റ്റ് 30 ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓൾമോസ്റ്റ് 8 to 10 faculties, വെരി ആസ്പിറേഷണൽ. മാനന്തവാടി എന്ന് പറഞ്ഞാൽ വളരെ ഉൾപ്രദേശത്തിരിക്കുന്നവർ, വെരി ആസ്പിറേഷണൽ. അവിടെ ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോഴേ വാട്ട് ആർ ദി വാല്യൂ ആഡഡ് കോഴ്സസ്, വാട്ട് ആർ ദി സ്കില്ലിംഗ് ഇമ്പരറ്റീവ്സ്, വാട്ട് ഈസ് ദ ഡിമാൻഡ്. ഇഫ് യു ലുക്ക് അറ്റ് ദ ലോക്കൽ പോപ്പുലേഷൻ, aspiration, that's why I use the word aspirational, because aspiration means they have the desire and the passion to work, skill themselves. Product development, ethnobotany, I will say one of the finest departments of Kannur University is ethnobotany. And this ethnobotany characterizing the plants, the heritage. There is a wonderful department of history. And Kannur specific, I think Dr. Tom's on the history, the heritage. If you come out with the linkage to the digitalization, and if you create platforms where you will be able to add to the SWAYAM platform, you can give lot of impetus to the skilling. So what is really lacking is the real infrastructure, the real facilities, like what I say, digitalization and facilities, infrastructure. We know that higher education, if you look in Kerala, we have all the universities are getting about 3,000 to 4,000 crores annually. That's all, average 2,000, 3,000 crores annually. And technical education, another set. So state universities has only 4% of the grant. Rest 40% comes from central grant, 47%. Rest about equally 30-35% comes from the private sector. അവിടാണ് ജെയിൻ യൂണിവേഴ്സിറ്റി പോലുള്ള സവിത, സവിത ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി the national level has got the highest publications. It's got almost 10,000 publications in 2024. All part of skill also, skill development. It is reaching more than Harvard University, almost equivalent. So why I'm said institution, what lacks is infrastructure. We have ethnobotany, we have heritage. We are lacking in heritage, culture. Skilling in culture.
You can go to the value-added courses. You can go to the important areas wherever it's necessary. അപ്പോൾ അവിടെ ഷോർട്ടേജ് ഓഫ് മാൻ പവർ, സ്കില്ല് വരുമ്പോഴത്തേക്ക് ഡിജിറ്റലൈസേഷൻ ലിങ്ക് ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ wherever you feel that problem, then another important thing which is, I say, the drawback in the wisdom is the knowledge. You see, if you look at the farming techniques, ഇപ്പോൾ തന്നെ കണ്ണൂരോ അല്ലെ കൊച്ചിയോ അല്ലെ ആലപ്പുഴ എടുത്തു കഴിഞ്ഞാൽ there are several universities. If you look at the wisdom, traditional wisdom knowledge, the ecological wisdom, see, ecological wisdom, traditional wisdom, all these are bounded or linked to the skilling. We lack many of this. We are all, many times, I was looking into many things, we are only superficial. If you look at anthropology, there's a wonderful department of anthropology in Kannur. I think my friend Dr. Saju will be knowing that. Yes, anthropology, I have stayed with them, I have worked, I have seen the dynamics. You see the man, how much of, see, there was a wonderful skill program, there was a collaboration with Maldives National University. And we found that we lacked actually the real capability to train them because there was lack of faculties. So the lack of faculty strength, lack of infrastructure, lack of many of the digitalization requirements, lack of traditional knowledge, different sectors. I don't mean to say including marine science where farming is there, where you have product development is there, different areas. I will throw much light into that after my, I think I have really briefed all this in the beginning. Thank you so much. I think if I summarize, see, we believe in a philosophy. Universities are multidisciplinary. That means we offer multiple disciplines across faculties and schools. You are coming to a point, we should focus on the strength of the region. The Kochi has to focus on technology, and Kannur has to focus on heritage and literature and something else. So then the word university, are we giving justice to the word as a university? Is that my question again? I have a sub-question. No, you have to see regional and local, the capabilities have to be translated to national, international requirements. That is the role of the university. See, what you have, see how Kathakali became international, how your Kalaripayat became international, how your anthropological excavations and your knowledge came from Kannur region. You have a lot of anthropological excavations. Very important, how it became international. So the techniques and the role, techniques are basic everywhere. So how you translate regional knowledge into global knowledge, and that is why MOUs, collaborations through national, international is going to transform the education system. This is what Kerala is doing. You see, Kerala is a knowledge economy. We are the first to pioneer this, and UNICEF has really commented on all these things. So that is why we have created a change, Kerala model of development, where many institutions, so the regional knowledge is going to get translated to international and national knowledge. And you see, even the national level, many of the knowledge which we created through skilling, see, capacity building is part of skilling. You see, the first Kerala Science Congress at the national level was done by Kerala, 1970. We were the first to pioneer it. See how, so we are the leaders, we are coming in forefront, we can create regional and local capabilities and strength to national and international capabilities. Thank you, sir. I take that point, creating the global workforce, which is the topic for discussion as well, from Kerala to the world, which can be a workforce being produced by a university, or it can be a product from the state to the world. And with that context, I'm coming to Dr. S. Bijoy, sir. Dr. K. Saju sir. Saju sir, ഇപ്പോൾ വൈസ് ചാൻസലറായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ട് ചാർജ് എടുത്തു. അപ്പോൾ സാറേ, ഒരു ഗ്ലോബൽ വർക്ക് ഫോഴ്സിനെ നമ്മളിപ്പോഴും ആ ടോപ്പിക്കിനോട് വീണ്ടും ഞാൻ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ഒത്തിരി സംസാരിക്കാറുണ്ട്. കാരണം അതും കേരള ടു ദ വേൾഡ്, ഫ്രം കേരള ടു വേൾഡ് ആണ്. കാരണം ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പം അത് മാറി ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് ഗ്രാജുവേറ്റ്, അല്ലെങ്കിൽ റൈറ്റ് ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു ഗ്രാജുവേറ്റ്
പുറത്തേക്ക് പോകുന്നതോ, അല്ലെങ്കിൽ ഞാനൊരു ബോർഡറിൽ വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ എപ്പോഴും പറയുന്നത് ഐ ഡോണ്ട് ബിലീവ് ഇൻ ബോർഡേഴ്സ്. ആൻഡ് എപ്പോഴും മൈഗ്രേഷൻ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, റിവേഴ്സ് മൈഗ്രേഷൻ നടക്കും. അത് ഏത് സ്ഥലത്തിനാണോ പ്രാധാന്യം അവിടെ കൾച്ചറും അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പല മൈഗ്രേഷൻസ് നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. കോട്ടയത്തു നിന്ന് ആൾക്കാർ ഇടുക്കിയിലേക്ക് പണ്ട് കുടിയേറി, കണ്ണൂർക്കും വയനാട്ടിൽ നിന്നും കുടിയേറി, നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ മൈഗ്രേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, നടന്നുകൊണ്ടേയിരിക്കുക. അതിനെ നമുക്കൊരിക്കലും ഇൻറ്റൻഷനലി നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള മെക്കാനിസം നമ്മളൊരു സിസ്റ്റത്തിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് സ്റ്റോപ്പ് ആവുള്ളൂ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു ഗ്ലോബൽ വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ ഇത്രയും യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഉണ്ടായിട്ടും നമ്മുടെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, അല്ലെങ്കിൽ നമുക്ക് ജോലി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജോലി കിട്ടുന്ന ആളുകൾ ഒരു അൺഎംപ്ലോയ്മെൻറ്റ്, അവർക്ക് വേണ്ട വിധത്തിൽ ജോലി കിട്ടുന്നില്ല. അപ്പം ആ ഒരു രീതിയിൽ സാജു സാറിന് എന്താണ് അതിൻ്റെ ഒരു വ്യൂസ്? അത് യൂണിവേഴ്സിറ്റികൾ അവിടെ ശരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്? Yes, Dr. Tom, thanks very much for inviting me here, and I'm sitting very close to my mentor, Lada Madam, and ironically, എല്ലാവരും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അത് തന്നെ ഞാൻ ചോദിക്കാനിരിക്കുമായിരുന്നു. ഒരു റോങ് പെർസെപ്ഷൻ ആണോ നമ്മൾ പറയുന്നത്? കാരണം എല്ലാ വൈസ് ചാൻസലേഴ്സും എഞ്ചിനീയേഴ്സ് ആണ്. And somebody remarked that we are producing vice chancellors at QSAT. That also was a remark recently which was made by one of the ministers. In fact, I think skilling and all those things very explicitly both the speakers have. So I just want to tell you something regarding life, really. Skill and see, when this sort of generation that we are sitting here is something known as millennials, isn't it? This millennial generation is not going to be seen anywhere again in the future. This is the last generation of millennials. Now you have the generation X. So this generation has seen it all. എല്ലാം കണ്ടൊരു ജനറേഷനാണ് ഈ ജനറേഷൻ. എനിക്ക് തോന്നുന്നില്ല ആരും കാണാൻ പോകുന്നു. So long back when we passed out, I think companies were queuing up to take you. And companies were ready to invest and put you as engineer trainees. ഞങ്ങളെല്ലാം engineers ആയതുകൊണ്ട് പറഞ്ഞതാണ്. Engineer trainees, and then invest, and then when whatever way you find yourself suitable according to the management, you will be put in that section, and then you grow. That is how it was done. But now competition is very high. So what happened is there was a landmark decision by the government of India long back, wherein the corporate sector was allowed to start engineering colleges. But unfortunately what happened is that corporate sector മാത്രമല്ല engineering college start ചെയ്തത്, എല്ലാവരും start ചെയ്തു. Whoever applied was given by a particular person, I don't want to name him, all sanctions were given, and then it became a business at that point of time. That is where all these issues came. And demand was much less than the supply. That was one issue that really, why the skilling and all those things came into the forefront, is because we had acute competition at this point of time. And coming back to your question, I'm not worried about people going outside. It's a circular economy actually. See, in 2012, if you look at the gross enrollment ratio of Kerala, it's around 22-23%. Now you say it's around 42%, but most of it is in the engineering sector and as well as the medical sector. So our target as far as NEP 2020 is around 50%. But the problem that we face right now, ippurthe ഏറ്റവും വലിയ concern, the cream is going out. That is why we have a concern. It's not because 50% people are going out. It's because the cream is finding that Kerala is not, it's not having the real atmosphere to be here. So that is the one issue that is a little bit of concern. Otherwise, gross enrollment, you see, people go from here to abroad, people from Bengal and other places come here. So that goes on. And people from Gulf also come here. So that sort of circular economy is fine. So let it happen. It's okay, fine. But as far as students are concerned, are they ready to face life? So that is what is very important as far as I am concerned. What I am trying to do in my university, in fact, even QSAT, is prepare them for life ahead. How to survive in this very, very competitive environment. So then go back to your roots. That's the only solution for this.
have to be grounded. ശരിക്കും ഒരു grounding and base level values and ethos അവർക്ക് എന്തെങ്കിലും മാത്രമാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. Now you can see in the papers what is happening. All those issues that happen in the paper, things which we could never have dreamt of. For silly reasons, so many things are happening. Why is it happening in the student community? Why people are not really mature enough to take care of themselves? So that is one area where in all the educational field people have to address. So traditional, and we had certain traditional values which have diminished over time and which we'll have to recoup over time. Otherwise what happens is that all this generation which we call the generation X or alpha or whatever is going to autocorrect at one point of time. So then we cannot let that generation to autocorrect because it will lead to dire consequences. So this generation has to be really not only skill is one case where you always skill people, but have to be inculcated with human values to a point where they are ready to stand on their own feet and also be able to face the world, whatever situation they are in. So each time you don't take a knee-jerk reaction to anything that happens. So we all were in situations much before. You might also have been in situations, but we took bold decisions. There were times when we could take decisions by our own. So that is why I say if you are not, you have to be happy being alone. If you are not happy being alone, then obviously you are in very bad company, isn't it? So this sort of mindset change that is required in the students of future or students of Generation X is something which I'm trying to inculcate in whatever field I try to involve in. So that I think is the base that you have to set. Then automatically the net is in front of you, the God is in front of you, everything is in front of you. But one mentor you always think about in your future. Wherever you are, that mentor has to be there. So this is some area which has been overlooked. Rather than going into too much into so much of additional skilling and all those things, preparing a person so that he can absorb things, that is one. So you see, preparing vessels for taking in water, you have to beat them into shape and then keep them ready. So that is one area where you have to prepare your students. And all the jobs that you can see now, see, one of the jobs which I recently found is data broker. You can never dream of a job 20 years back of data broker, see. So there are jobs aplenty, that is not an issue. Once you have the mindset, then you can cater to any of the jobs. Thank you, that's my view on this. Thank you, sir. And I think Bijoy sir has a point to add. I'll just add on. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൊഫസർ സജു പറഞ്ഞതിൻ്റെ കൂടെ I will add couple of points. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളിപ്പോൾ കേരളത്തിൽ സ്പെസിഫിക്കലി നമ്മൾ വളരെ ടൈലേർഡ്, വി ഷുഡ് കം ഔട്ട് ഓഫ് ദ ബോക്സ്, റീഓറിയൻറ്റ് ചെയ്യണം. നമ്മൾ റീഓറിയൻറ്റ് ചെയ്തില്ലെങ്കിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ വി വിൽ നോട്ട് ക്യാച്ച് അപ്പ്. അതാണ്, ദാറ്റ് ഇസ് വാട്ട് ദ എസെൻസ്. ഇപ്പം ഇഫ് ദർ ഇസ് എ മൈഗ്രേഷൻ ഓർ there is a exodus, it is related to gross enrollment ratio. You want to enhance it. കാരണം നമ്മളിപ്പോൾ യൂറോപ്പ് ആയാലും US ആയാലും ഇന്ത്യയിൽ തന്നെ there are so many deemed universities coming up. You have students, 14,000, 15,000, 30,000 students going to study in a campus. Foreign university, no, if you look at Netherlands, there was a campus, I think Dr. Harish knows, there is a campus where there are 30,000 students. Same thing, Nammal Cochin University, total students come to about 8,000 students only, 9,000 students. But if you take Kannur University has about 18,000, including the colleges, 110 colleges they have affiliated. So without any colleges, see, avade nammal padipikkanulla ee pudiya NEP ഗൈഡ്ലൈൻസ് നമ്മൾ കേരള ഹയർ എഡ്യൂക്കേഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ റീഓറിയൻറ്റ് ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്ത് ട്രാൻസ്ഡിസിപ്ലിനറി ട്രാൻസ്ലേഷണൽ ഇൻപുട്സും റീഓറിയൻറ്റ് ചെയ്ത് പുതിയ കേരളത്തിന് വിസ്റ്റം ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ഓറിയൻറ്റ് ചെയ്താൽ there will be manpower which will definitely be needed for this state. Nobody will go. We will reorient. See, if you are able to give, AI is so much of spoken, we are talking about AI now. See, AI in the true spirit, if you adopt and implement, തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ അതിനുള്ള സ്കില്ലുണ്ട്.
നമുക്ക് കൊളാബറേഷൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ് ലാർജ്ലി ഗ്യാതറിങ് അപ്പ്. ഇപ്പം നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ കൊളാബറേഷൻസ് എൻഹാൻസ് ചെയ്യുന്നു. ജോയിൻറ്റ് ഡിഗ്രി, ട്വിന്നിങ് പ്രോഗ്രാംസ്, ഡ്യുവൽ ഡിഗ്രീസ് എല്ലാം. ഡ്യുവൽ ഡിഗ്രി യു ക്യാൻ സിറ്റ് ഹിയർ ആൻഡ് പ്രൊഡ്യൂസ് അനദർ ഡിഗ്രി jointly with Russia, China or any degree. So tomorrow institutions like Jain University can easily give up, take joint degrees with so much of flexibility. Public universities do not have that much of flexibility. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി എളുപ്പം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ ഡിഗ്രീസ്. Tomorrow you will bring in new technologies, new courses, AI, generative or whatever kind of AI you want to have, or you want to study different space dynamics, anything you can do. So you have to reorient, you have to interdisciplinary, transdisciplinary, and the scaling should be very high because we have a very high literacy, we have the thought process, we have a very knowledge economy. That's what I want to add to that. I think it's very contradictory. One side we are boasting out our system. The system is so good and we're introducing a lot of changes, a lot of innovations to give internship and make them employable. At the same time, we are regretting about students leaving the state and or the kind of lack of resources being employable. ആ ഒരു നമ്മൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോകണം ഇപ്പം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ സാറ് പറഞ്ഞൊരു സാജു സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദ കൈൻഡ് ഓഫ് ബിജോയ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ചേഞ്ച് ബീയിങ് ഇൻട്രൊഡ്യൂസ്ഡ്. എനിക്ക് തോന്നുന്നു ആ ഒരു ചോദ്യം ഞാൻ ലതാമാമിൻ്റെ അടുത്ത് ചോദിക്കാം. കാരണം സിൻസ് all of you are in service, so I don't want to ask you any question that goes to controversy or that goes to a different direction. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ ഒരു ചേഞ്ച്, മാം ക്യാൻ സ്പീക്ക് വിത്ത് ഷി ഹാസ് ഫിനിഷ്ഡ് യുവർ ഇന്നിങ്സ് വിത്ത് ഇൻ എ പബ്ലിക് യൂണിവേഴ്സിറ്റി. ഹലോ, ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാമിൻ്റെ ഇന്നിങ്സ് തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഒരു പ്രൈവറ്റ് സെക്ടറിലാണ്. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ എനിക്ക് ഏറ്റവും ഫേസ് ടു ഫേസ് ചോദിക്കാൻ ലതാ മാമിനോടായിരിക്കും. കാരണം നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒരു ചേഞ്ച് ആവശ്യമുണ്ടോ, ഇനിയൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ ആ ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്ത് തടസ്സമാണോ ഉള്ളത്? See, I'm in a state of confused thoughts when we are in this 7th day. Confused thoughts is, one is of great happiness. അങ്ങ് സന്തോഷത്തിൻ്റെ പാരമ്യത്തിലാണ് മനസ്സ്. അടുത്ത എന്തുകൊണ്ടാണ് അവിടെ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൻ്റെ ഖനം ചുമലിൽ തൂങ്ങുന്ന ഒരു മനോഭാവവും കൂടി ഇതിനോടുകൂടിയുണ്ട്. എന്താ ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടെ പറഞ്ഞ നമ്മൾ 7 ദിവസമായിട്ട് കേൾക്കുന്ന ഒരുപാട് എല്ലാത്തിലും ഒരുപാട് ഐഡിയാസ്, ഒരുപാട് ചേഞ്ചസ് എല്ലാം ചെറിയ ചെറിയ രീതിയിൽ ഓരോരോ ചെറിയ സ്പാർക്കായിട്ട് when I was the principal of CET, I tried to introduce ഇൻഡസ്ട്രീസിനെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇൻഡസ്ട്രി റിസർച്ച് പാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. When I was technical education director, I started community college so that നേരത്തെ പറഞ്ഞ പോലെ social acceptance for the common people who have skills, so that they are brought to the polytechnicne കീഴിലാണ് അത് ചെയ്യാൻ ശ്രമിച്ചത്. They are brought to the college and they can also impart their skills to the students as well as they are getting a degree. Then we started incubation centers. Cochin University il poi avade we started something like opening up the university for the public to come and see what is happening, so through Shastraya and all these things. And all these changes, of course, examination reforms. But there all what happened is, whenever we think of a change and try to administer it, there was a lot of opposition and something will happen, something will not happen. Always I was not very happy about administering these changes. But once I came out, ഇവിടെ വന്നപ്പം ഈ പറഞ്ഞതെല്ലാം അതിനുപരിയായിട്ട് എല്ലാവരും 2 കൈയും കൊണ്ട് സ്വീകരിച്ചിരിക്കുക, ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. Now I can't blame government.
I can't blame the system. I can't blame the bureaucracy because the management has open hands. And we also know we are not confused about vision. We know what we want in the next 5 years or in the next 10 years or next. All these are very clear. But we have to realize it. നമ്മളെ ഇനി ഈ ഒരു സബ്മിറ്റിൽ കൂടി what we have done is we have exposed ourselves and everyone will be looking at Jain University as a model where we have to show that all these changes or all these visions or all these resource persons who have come here and delivered to us, we are making it real through our children. അപ്പം നമുക്ക് സാജു സാർ പറഞ്ഞത്, ബിജോയ് നന്ദൻ സാർ പറഞ്ഞത്, പ്രസാദ് പറഞ്ഞത് എല്ലാം കൂടി രൂപീകരിച്ചുകൊണ്ട് we have to motivate our children. We have to motivate our children. We have to create a passion in them. ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചാറ്റിൽ ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു 7 ദിവസം കൊണ്ട് what we have attained, what I consider most precious. Of course, there were many thoughts on knowledge, there were many thoughts on vision. Apart from that, what I consider the most precious is my children started looking at my face, started showing affection to me, to all the teachers. And we have formed a close association with the children. Now we have that confidence that we can take them into our hands, take them into our fold, and administer the changes which we want. If they are not ready, whatever, നമ്മൾ എന്ത് പ്രസംഗിച്ചാലും, നമ്മളിവിടെ ഇരുന്ന് ഘോരം ചിന്തിച്ച് കൂട്ടിയാലും, if children are not ready, it's not possible. That is for sure. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, അവരെ എന്തിലേക്കാണ് നമ്മൾ മോൾഡ് ചെയ്യുന്നത്, അവർക്ക് എഡ്യൂക്കേഷൻ്റെ പാഷനും ഒരു വിഷൻ ഉണ്ടാക്കി കൊടുക്കണം. See, that is the difference which I see. If my grandchildren are in US. My grandchild, she is only 13 years. She but knows where she wants to go. She tells me. And she is definite. Nobody can influence her on that. ആ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചിന്തിപ്പിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിലേക്ക് കൊണ്ടുവരുവാനുമാണ് ആസ് ടീച്ചേഴ്സ് ആൻഡ് ആസ് ദി heading the teachers, what I would like to see. So we have only 26 seconds. You can add one point is. Teacher rightly said very, very apt words. See, let us see that നമുക്കിപ്പോൾ ടീച്ചർ പറഞ്ഞ ഒരു വളരെ വളരെ പ്രസക്തമായിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഇൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഇറ്റ്സ് നോട്ട്, ബട്ട് ഇറ്റ്സ് വെരി ട്രൂ, ഇറ്റ്സ് വെരി വെരി ട്രൂ that it's not easy as in a deemed university like this. The flexibility, അത് നേരത്തെ highlight ചെയ്തു. But over and above, the change is happening. The transformation is slowly building up in public universities. If you look at KUSAT, we have more than 30 to 35 working collaborations with global universities. It's very, very much running. We have initiated the dual degrees, joint degrees, everything is running. We have implemented one of the finest in the country, the KIFBI program. Huge funding is coming. Almost 48,000 crores is invested in equipments, high tech. Similarly, you see, teacher പറഞ്ഞ ഒരു very vital point. ഇന്നൊരു student, a PG program, you ask a student and ask her to come and prepare a synopsis. എന്തെങ്കിലും ഒരു ആശയം പറഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ they will not. The supervisor has to tell the concept. But in abroad, a foreign university at the PG level or a master's level or undergraduate level, the student is efficient to capable. That is why if undergraduate programs, FIUG, which is programmed in our country from 2020 onwards, is going to that mental ability, the capability of the vocational abilities, everything has to get changed in the candidate even from that young age. So that change, that transformation, along with the infrastructure requirements, and public universities are gradually transforming. And Kerala, I think, with the full support of the government of India through RUSA and very national schemes, it will create a
real model for the country under the knowledge economy, and we are growing under the great vision and the wisdom we have enshrined in our capabilities, especially traditional knowledge. Thank you, sir. I think we should be the catalyst of change. That's the takeaway from your short brief. And I think, I mean, as a one last point from, I think one line, as a, giving a justice to the topic. I expect just one quote, one comment from all the 4 panelists in brief. You can just give a one line. You can start from the Dr. K. Sivaprasad. ഈ ലത മാഡം ഇപ്പോൾ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ധാരാളം മാറ്റങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മുഖച്ഛായ തന്നെ മാറുകയായിരുന്നു മാഡത്തിൻ്റെ സമയത്ത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ സർക്കാരിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മഹാകവി ആശാൻ പറഞ്ഞിട്ടുണ്ട്, മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളെ അവ മാറ്റും. അതാണ്. അപ്പോൾ ആ ഒരു പഞ്ച് ലൈൻ ഞാൻ എടുക്കുകയാണ്. എനിക്ക് അടുത്ത 3 പഞ്ച് ലൈനും കൂടെ വേണം. ഒന്ന് മാറ്റുവിൻ ചട്ടങ്ങളെ, അടുത്ത് സാറ് ബിജോയ് സാറിന് എന്തെങ്കിലും ഒരു 1 പഞ്ച് ലൈൻ. ഓക്കെ, സാറൊന്ന് ആലോചിക്കട്ടെ. അടുത്ത് I am very hopeful. I am very, very hopeful. The world is, the way ahead is very clear. It's bright. And I think institutions like the deemed university with the flexibility and easy way of maneuvering, I think they are going to create wonders. And they are going to be the leaders tomorrow, along with the public universities also transforming in a great scale. Yeah. I wish great future for the higher education in the country, and especially for Kerala. Thank you. I should be telling that university is in very safe hands. That is the least I can tell about Jain University. Very safe hands, because CUSAT, as Dr. Shiv Prasad very rightly said, had a sea change from 2014 when she took charge. And then എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, computer based test for when I was IRA director, she handpicked me for that. That also is something which doesn't happen often. So when somebody says you do this, and to take that challenge, അന്ന് പറയും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സാജു ആയിരിക്കും എൻ്റെ ഉത്തരവാദി. So see, taking responsibility is one big thing that is very much. So what kept me going always is, I don't know whether you all know this, but there is, somebody known as Sylvester Stallone. Long back there was a series, Rambo, and there was a series called as Rocky, in which Stallone says to his child, when he questions him, he says that life is not all sunshine and rainbows. Life is going to hit you very hard and keep you permanently down. It is given its way. It will keep you permanently down. But what matters is not how many hits that you take, but how many hits that you take and still keep moving forward. That is what matters. So that is the motto, and that is what should be there in your mind. You, thank you all. And one last line from my own Vice Chancellor. Okay. With Tom full of ideas, and with Vishal with a generous hand, I'm sure that in the next summit, when we join together, we will see that the reforms which we have discussed here will be exhibited by Jain Kochi campus. Yeah. So that's the ideology we believe, be the change and be the future. That's the core principle that we believe as a university. I think the next session, next year, when we start discussing this topic, of course, we should discuss about the creating a global workforce from Kerala to the world. At the same time, attracting the global students to Kerala as well, from world to Kerala. That should be the next discussion point for the next summit. With this note, questions ആരെങ്കിലും ഉണ്ടോ? ഒരു ചോദ്യമുണ്ട്. Okay. We are running out of time, but we can take 1 or 2 questions. ഹലോ, കേൾക്കുന്നു. ഞാനപ്പോൾ 7 ദിവസം ഈ സമ്മിറ്റ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇതൊരു എല്ലാ VC-കളും ഉള്ളതുകൊണ്ട് ഞാനൊരു യൂണിവേഴ്സിറ്റി ലെവലിലൊന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഒരു ചെറിയ സജഷൻ പറയാം. മൈക്ക് ചേർത്ത് സംസാരിക്കുക. 7 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4 സെഷൻ വെച്ചിട്ടാണെങ്കിൽ 28 മണിക്കൂറായി. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു 2 ക്രെഡിറ്റ് കോഴ്സായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് റെക്കോർഡ് ബ്രേക്കിംഗ് സമ്മിറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയും ഇതൊരു യൂണിവേഴ്സിറ്റികളുടെ സിലബസിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ സമ്മിറ്റുകൾ അറ്റൻഡ് ചെയ്താൽ
2 I ക്രെഡിറ്റ് think I take that point. 2 ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ സ്റ്റുഡൻസിനും. ആണോ? ഓക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, അതൊന്നാ എല്ലാ സ്റ്റുഡൻസിനും 2 ക്രെഡിറ്റ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന്റെ ഭാഗമായിട്ട് ഇനി അടുത്തത്, ഇനി മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് AI സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു AI സമ്മിറ്റ് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ജെൻസി സമ്മിറ്റ് ആയി മാറി എന്നാണ് എനിക്ക് തോന്നിയത്. ജെൻസി എന്ന വാക്കാണ് ഇവിടെ എല്ലാവരും ഉപയോഗിച്ചത്. അപ്പോൾ 7 ദിവസം ഞാൻ സത്യം പറഞ്ഞ ജെൻസികളൊക്കെ, ഞാനൊരു സാറായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കുരുത്തം കെട്ടവന്മാരാണ്, കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ മുൻവിധിയോടുകൂടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ 7 ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി. പിള്ളേരുടെ ഇടയിൽ ഇരിക്കേണ്ടി വന്നു. എല്ലാ 4 പാടും പിള്ളേർ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലും റെലവൻ്റ് ആയിട്ട് ചോദ്യം ഉണ്ടോ? ഒബ്സർവേഷൻസ് അല്ലാതെ അല്ല, ശരിക്കും റെലവൻ്റ് ആയതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതിലേക്ക് എത്തിക്കാനുള്ള പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ ചോദ്യമായിട്ട് ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, ജെൻസീസ് അല്ല അൺഫിറ്റ്, നമ്മളാണ് ശരിക്കും അൺഫിറ്റ്. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മാറണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മാറുന്നില്ല. അവർ മാറണം എന്ന് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ കണ്ടു. ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു ഇനി ക്രിയേഷൻ അല്ല വരാൻ പോകുന്ന, ക്യൂറേറ്റിംഗ് ആണ് വേണ്ടത്. ഞാൻ ഒരു എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കിയത്, അവർ ബോൺ ക്യൂറേറ്റേഴ്സ് ആണ്. അവർക്കത് ഓൾറെഡി അറിയാം. അത് അവരോട് പറയേണ്ട ആവശ്യമില്ല, അവർ ഓൾറെഡി അത് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്റ്റുഡൻസ് പിന്നാലെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു പയ്യൻ 25 പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോട് ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞത് എന്തോ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരു മുൻവിധി എന്ന് പറഞ്ഞാൽ വെറുതെ ജനറേറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു, അതുകൊണ്ട് പോസ്റ്റർ വെച്ചു. അവൻ എന്നിട്ട് ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഹാൻഡിലും എന്നോട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും സ്പെസിഫിക് ചോദ്യം ഉണ്ടെങ്കിൽ കം ടു ദ ക്വസ്റ്റ്യൻ. യു ഹാവ് മൾട്ടിപ്പിൾ ഒബ്സർവേഷൻസ്, ബട്ട് കം ടു ദ ക്വസ്റ്റ്യൻ പ്ലീസ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ഒബ്സർവേഷൻസ് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. ഇവർ അറ്റൻഷൻ സ്പാൻ ഇല്ലാത്തവരല്ല, ഇവർക്ക് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ഈ പാനൽ മെമ്പേഴ്സിനോടുണ്ടോ? ഈ സമ്മിറ്റിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നു, ഓരോരുത്തർക്കും അവരുടെ ഒബ്സർവേഷൻസ് ഉണ്ടാവും, ഫീഡ്ബാക്സ് ഉണ്ടാവും. ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഓഫ് കോഴ്സ് വി ടേക്ക് ഓൾ ദ വാല്യുബിൾ ഫീഡ്ബാക്സ്. ബട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവരെ അനുവദിക്കാം. നമ്മൾ ഇരുന്ന് പറയുന്നത് മാത്രമല്ല, അവരെ പിടിച്ച് പാനലിൽ ഇരുത്തിയിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഉള്ളത് കിട്ടും. അതും ഒരു വാലിഡ് ഫീഡ്ബാക്ക്. യെസ്, can we have another question if there's any? Yes. മൈക്ക് ഒന്ന് കൊടുക്കൂ. ആ ഒബ്സർവേഷൻസ് എല്ലാം നമ്മൾ കീനായിട്ട് ലിസൺ ചെയ്യും ഉറപ്പായിട്ടും. ഇൻട്രസ്റ്റ് ഓഫ് ടൈം വി വുഡ് ലൈക്ക് ടു ഹിയർ എനി ക്വസ്റ്റ്യൻസ് ടു ദ പാനൽ. താങ്ക് യു. എനിക്കൊരു ചോദ്യം എല്ലാവരോടും ചേർത്തുള്ളതാണ്. ഇന്ന് ലിങ്ക്ഡിനിൽ ഭട്നാഗർ അവാർഡിയായിട്ടുള്ള രാം ഗോപാൽ റാവു സാറിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. എന്തുകൊണ്ട് ഡീപ് സീക്ക് നമുക്ക് മിസ്സായി? ഇന്ന് GPT കൂടി ചലഞ്ച് ചെയ്ത് ചൈനയിൽ നിന്ന് ഒരു പുതിയ സംരംഭം, ഒരു ഡീപ് സീക്ക്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഡീപ് സീക്കിനോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് ഇത് ഇന്ത്യക്ക് മിസ്സായി? അതിൽ ഡീപ് സീക്ക് കൊടുത്ത ഒരു സെറ്റ് ഓഫ് ഉത്തരവുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അതിലേക്കുള്ള വ്യൂസാണ് എനിക്ക് അറിയേണ്ടത്. അതിൽ ആദ്യത്തെ പറയണത്, ചൈനയുടെ R&D സ്പെൻഡിങ് ഉദ്ദേശം GDPയുടെ 3%, ഇന്ത്യയിൽ അത് 0.7%. 1600ഓളം സയൻറ്റിസ്റ്റുകളാണ് അവർക്ക് ഒരു പെർ 1000 നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളത്. നമുക്കത് 200ൻ്റെ അടുത്തേ ഉള്ളൂ. ഇൻഡസ്ട്രി നമ്മൾ എപ്പോഴും കൊട്ടിഘോഷിച്ച് പറയുന്നത്, ഈ സമ്മിറ്റിൽ കൂടി ഏറ്റവും കൂടുതൽ അധികം ചർച്ച ചെയ്യപ്പെട്ട ഇൻഡസ്ട്രി അക്കാഡമിക് ഇൻ്ററാക്ഷൻ, അത് ഒരു 10ൻ്റെ സ്കെയിലിൽ എടുക്കുകയാണെങ്കിൽ ചൈനയിൽ 8 ആണെങ്കിൽ ഇന്ത്യയിൽ അത് 5ൽ താഴത്താണ്. ഇതാണ് ഡീപ് സീക്ക് നൽകിയ ഉത്തരം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനെ ലീഡ് ചെയ്യുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തികൾ എന്നുള്ള രീതിയിൽ ഈ ഉത്തരത്തോട് നമ്മൾ യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്നും ഡീപ് സീക്കുകളും ChatGPTകളും ഇന്നോവേഷൻസ് ഉണ്ടാവാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം? ഒരു വലിയ ചോദ്യമാണ്, എന്നിരുന്നാൽ കൂടി. തീർച്ചയായിട്ടും അതിനോട് പരിപൂർണമായിട്ട് യോജിക്കുന്നു. റിസർച്ചിലേക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻറ്ററാക്ഷനിലേക്കും ഇൻ്റർനാഷണൽ കൊളാബറേഷനിലേക്കും എല്ലാം മുൻപോട്ട് പോകാൻ തന്നെയാണ്. ഇപ്പോഴും ഇല്ലയെന്നല്ല, എന്നാലും ഒരുപാട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
നെക്സ്റ്റ് സമ്മിറ്റിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എത്ര പുരോഗതി ഞങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്ന്. ആസ് ജെയിൻ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഐ ക്യാൻ അഷ്വർ ദാറ്റ്. ഇവിടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർമാരിൽ ഒരു റിക്വസ്റ്റ് വന്നു, കുട്ടികളിൽ നിന്ന് ഒരു ചോദ്യത്തിന് ഉത്തരം തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇസ് ദർ എനി സ്റ്റുഡൻറ്റ് ഹു വാണ്ട്സ് ടു റേസ് എ ക്വസ്റ്റ്യൻ? എനിബഡി? എല്ലാം വളരെ സീനിയർ വൈസ് ചാൻസലേഴ്സ് ആയതുകൊണ്ട് ചോദിക്കാൻ ഒരു ചെറിയ ഭയമോ പേടിയോ ഉണ്ടോ? അതൊന്നും വേണ്ട. They would really appreciate. I think students, you please shed all your inhibitions and you can just ask whatever question. It doesn't matter. We're all in this together. Panelists ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. We are all students at one point of time. So please first of all shed your inhibitions and try to be a team player. That is very important. ഇന്നലെ ഇവിടെ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു സ്റ്റുഡൻറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് അതൊന്നുമല്ല അറിയണ്ടേ, ഞങ്ങൾക്ക് ഇവിടെ തെരുവ് പട്ടി നായ ശല്യമുണ്ട്, എന്താ മറ്റേ വേസ്റ്റ് ഉണ്ട്, ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളോടും ചോദിക്കാം, ഇത്രയും വലിയ കാര്യങ്ങളല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതും ചോദിക്കാം. ഇറ്റ് നീഡ് നോട്ട് ബി റിലേറ്റഡ് ടു വാട്ട് വി വർ ഡിസ്കസിങ്, ഓഫ് കോഴ്സ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഇപ്പം മുണ്ടെടുത്താണ് വന്നിരിക്കുന്നത്. ഒരു ചേട്ടനോട് ചോദിക്കുന്ന പോലെയെങ്കിലും ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ, ഞാൻ ക്ലാസ്സുകളിൽ പറയാറുള്ളത്, എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ ക്ലാസ് അത് അന്ന് നടന്നതായിട്ട് രേഖപ്പെടുത്താറില്ല. ചോദ്യമാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവ് തെളിയിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ, ഒരു ചോദ്യം. അത് വളരെ വളരെ ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു. ഒരു ചോദ്യം എന്തായാലും വേണം ഈ പാനലിൽ തീരുന്നതിന് മുമ്പ്. There's a question here. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതൊന്നല്ല, പറഞ്ഞ നേരത്തെ കേട്ട് ഞാൻ ഇടയ്ക്ക് പോകേണ്ടി ഓർത്ത് ഇൻറ്റേൺഷിപ്സിൻ്റെ കാര്യം സംസാരിച്ചു. പക്ഷേ പല ഇൻറ്റേൺഷിപ്സിനും ഇപ്പോൾ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻറ്റേൺഷിപ്സ് സ്റ്റുഡൻസ് അറിയാതെയും പോകുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു മെഷേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിലേക്ക് കൂടുതൽ, ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആവാൻ നോക്കുന്ന ജെയിൻ യൂണിവേഴ്സിറ്റി വഴി അറിയാൻ പറ്റുന്നുണ്ടാകും. പക്ഷേ പുറത്ത് റീജിയണലായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് എങ്ങനെ അറിയാം, അതിലേക്ക് എത്താം, അതിന് എന്തെങ്കിലും ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഏത്? കോമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. കോമേഴ്സ്, ഓക്കെ. സോ യു വോണ്ട് ഇൻറ്റേൺഷിപ്പിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളതാണോ? എങ്ങനെ ഇൻറ്റേൺഷിപ്സ് അറിയാം? ബേസിക് കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും കട്ടായി പോകുന്നുണ്ട് പലയിടത്തും. സോ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം ഗൂഗിളിൽ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് സെർച്ച് ചെയ്യുക. കീപ് സെർച്ചിങ്. I'll tell you very frankly what is to be done. You have 24 hours each day, 365 days, 36,500 days if you are 100 years ആണ് നിങ്ങളുടെ ലൈഫ് സ്പാനെങ്കിൽ 24 മണിക്കൂർ. And you spend hardly 400 days of your lifespan here in Jain University. If you look at all the എല്ലാ ഹോളിഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ 400-500 ദിവസം ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ആക്ച്വലി. അപ്പോൾ അതിൽ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ ഇഫ് യു ഹാവ് 6 hours of sleep and 6 hours here, 12 hours, you have balanced 12 hours. You give 2 hours for profile building or portfolio building. മനസ്സിലായില്ലേ? എല്ലാ സ്റ്റുഡൻറ്റിനും ആവശ്യമുള്ള കാര്യമാണ്. 2 മണിക്കൂർ അവരവരുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് don't binge watch. That's going to, you give time for all those nonsense that's there. But 2 മണിക്കൂർ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, you just go to Google Scholar or Google, just search internship opportunities, go to the Government of India portal, go to ASAP, all those portals will be giving you opportunities. Yesterday Morgan & Stanley has come up with paid internship in US. Apply ചെയ്തോളൂ continuously, because നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. Don't expect somebody else. That is why I am telling, don't relate. ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് ഡു ഇസ്, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയേനെ എന്നുള്ളൊരു തോട്ട് വരരുത്. എവറിത്തിങ് ക്യാൻ ബി ഡൺ ബൈ യു ബിക്കോസ് എവറിത്തിങ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ഇഫ് യു ഹാവ് എ ഗോൾ യു ക്യാൻ ഈസിലി ഡു ഇറ്റ്. ഓക്കെ, സോ ടുഡേ itself, right now you can search internship opportunities. You will have umpty number of, and one will fit your bill. Okay, so failure should not deter you from not applying again. Continuously go on applying. That's it.
if you are belonging to Jain University, you can always contact Dr. Felix, No, ma'am. who will be taking from care of outside. you. What's your name? Just add to that, if university is providing, that is fine. What I'm telling is for generally, this is all available. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കും. Only thing is when you get this, രാവിലെ എഴുന്നേറ്റ് you start binge watching and then you get carried away with that. Don't get carried away. Spend 2 hours. Wait, internships. Your name? What's your name? ശ്രീനാഥ്. ശ്രീനാഥ്. ഈ ഇന്റേൺഷിപ്സ് പല തലത്തിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈയിടെ ലോഞ്ച് ചെയ്തതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ്. ദാറ്റ് ഇസ് ലാർജ്ലി ലിങ്ക് ടു അക്കാഡമിയ ഇൻഡസ്ട്രിയായിട്ട് ഡയറക്ട്ലി. ഈ കഴിഞ്ഞ സ്കീമിൽ എടുത്തതിന് ഓൾമോസ്റ്റ് 10,000 സ്റ്റുഡൻസിനെ ഓൾറെഡി ഇൻഡസ്ട്രിയിലേക്ക് എടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി. സോ ദ ലിങ്കേജ് വൺസ് യു ജോയിൻ ദി ഇന്റേൺഷിപ്പ്. പക്ഷേ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൂടാതെ ഓൺലൈൻ ഗൂഗിളിൽ ചെയ്യുന്നത് കൂടാതെ ടൈലർ മെയ്ഡ് ഇൻറ്റേൺഷിപ്സ് ഉണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് ആയാലും കോളേജസ് ആയാലും അവർക്ക് ഓരോ സ്കീം അനുസരിച്ച് ആ യൂണിവേഴ്സിറ്റീസിൽ കോൺടാക്ട് ചെയ്താൽ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് കുസാറ്റിൽ ഇൻറ്റേൺഷിപ്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ പെയ്ഡ് ഉണ്ട്, അൺപെയ്ഡും ഉണ്ട്. ബിക്കോസ് യു ആർ ഗെറ്റിംഗ് എ സ്കില്ലിംഗ്, ഒരു നോളജ് ഫ്രെയിം വർക്കാണത്. അപ്പോൾ അതിനകത്ത് യു വിൽ ഗെറ്റ് ഇറ്റ്. പിന്നെ ദെൻ അനദർ വേ ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്വർടൈസ് ഫോർ ഇൻറ്റേൺഷിപ്പ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി, അതുകൂടാതെ എഞ്ചിനീയറിംഗ് വിങ്ങിലുള്ള അതുപോലെ IT. There are so many institutions which advertise for internship programs. It comes during your vacation. മനസ്സിലായില്ലേ ശ്രീനാഥ്? അത് വെക്കേഷൻ പീരീഡിലാണ് ഈ ഇന്റേൺഷിപ്സ് വരുന്നത്. So there are multiple ways in which you can approach for internships. Internships ഒരു 5 or 10 years back students never used to have. But that is a way at the end of your course or your program, you will be able to upskill your capabilities. That is a very good. You should try to attend the internships. It's going to upskill you. Rather than skilling, it is going to upskill you. ഓക്കെ, ഒരു ലാസ്റ്റ് കേട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ശ്രീനാഥിനോട് എനിക്കൊരു ചെറിയ നിർദ്ദേശം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് കണക്ടിവിറ്റി ബേസിക്കലി നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ബിസിനസ് കണക്ടിവിറ്റിയാണ്. നിങ്ങൾ ടീച്ചേഴ്സ് ഈ ബിസിനസ്, നിങ്ങൾ കമേഴ്സ് ആയതുകൊണ്ട് ഈ ലോകത്തെ എല്ലാ മുക്കിലും മൂലയുള്ളതാണ് ഈ ബിസിനസ്. നിങ്ങളുടെ ടീച്ചേഴ്സ് എത്രത്തോളം ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ആ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ആ കൊമേഴ്സുകാർ ടീച്ചേഴ്സിനോട് പറയും ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയും. ആ ടീച്ചേഴ്സാണ് നിങ്ങളുടെ ഒരു വലിയ ഒരു പ്രതീക്ഷ. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നിരത്തിലിറങ്ങൂ, ഈ കുട്ടികളെ സഹായിക്കൂ. അതാണ് എൻ്റെ ഒരു ചെറിയ ഉറപ്പായിട്ടും അതാണല്ലോ ടീച്ചേഴ്സ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പം നല്ല മനോഹരമായൊരു ബ്യൂട്ടിഫുള്ളായൊരു കോൺവെർസേഷൻ ആയിരുന്നു. നമ്മൾ പല കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഈ സെഷൻ മോഡറേറ്റ് ചെയ്യേണ്ട ആളല്ല, ഇത് ശരിക്കും ജോണി ലൂക്കോസ് മനോരമയുടെ മോഡറേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹത്തിനൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോകേണ്ട ആവശ്യം ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ വന്നത്. പക്ഷേ നല്ല കോൺവെർസേഷൻ. എല്ലാവർക്കും, എല്ലാ പാനൽ മെമ്പേഴ്സിനോടും അല്ലെങ്കിൽ എല്ലാ വൈസ് ചാൻസലേഴ്സിനോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ ചോദ്യം ചോദിച്ചവർക്കും ഇത് കേട്ടിരുന്നവർക്കും ഹൃദ്യമായി നന്ദി പറയുന്നു. താങ്ക് യു. ഹലോ സാറേ, ഇവിടെ ടോപ്പ് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായി, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം ഇറാസ്മസ് മൊണ്ടസ് എന്ന് പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ നടത്തുന്ന ജോയിൻറ്റ് മാസ്റ്റേഴ്സ് ഡിഗ്രി, ഇപ്പം ഞാൻ അതിനുവേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്, അതെൻ്റെ ഫെയിലായി പോയിട്ടുണ്ട്. ഇപ്പം അതുപോലെയുള്ള സ്കോളർഷിപ്സ് ഇവിടെ കേരളത്തിലത്തെ യൂണിവേഴ്സിറ്റീസ് അധികം അതിൽ ജോയിൻ്റ് അടിച്ച് പോകണില്ല. എന്ന് വെച്ചാൽ ജാമ്യ മില്ലിലേക്ക് നോക്കുമ്പോൾ അവർ ഭയങ്കര ടൈപ്പാണ് ആ യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട്. അവിടുത്തെ സ്റ്റുഡൻസിനാണ് ഏറ്റവും പ്രിയോറിറ്റി കൊടുക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോയി തന്നെ ജാമ്യ മില്ലിയിൽ നിന്നാണ്. ടോപ്പ് 10 ഇന്ത്യയിൽ നിന്ന് ടോപ്പ് 10 തന്നെ ലിസ്റ്റഡ് ആയത് ജാമ്യ മില്ലിയത്തെ സ്റ്റുഡൻസ് ആണ്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇങ്ങനത്തെ പ്രിഫറൻസ് വന്നില്ല? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു BCom പഠിച്ച സ്റ്റുഡൻസ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയാണ്, ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ്. ഒരു BCom ഏത് ഡിഗ്രി പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനും കൃത്യമായിട്ട് റെസ്യൂം അടിക്കാൻ അറിയാൻ പാടില്ല, എങ്ങനെ ടൈലർ ചെയ്യാൻ അറിയാൻ പാടില്ല. എല്ലാവരും പറയും നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറയും. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിന് ഇവിടെ ഇരിക്കണ ഒരു സ്റ്റുഡൻറ്റോട് ചോദിച്ചാലും ഒരു റെസ്യൂം കൃത്യമായിട്ട് അടിക്കാൻ അറിയാൻ പാടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഫ്രീലാൻസ് ചെയ്യണ റെസ്യൂം എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും. ഇതുവരെയായിട്ട് ഒരു കോളേജ് നമുക്ക് റെസ്യൂം ഉണ്ടാക്കാൻ പോലും പറഞ്ഞു തന്നില്ല. അവർ ഡിഗ്രി കാണാപ്പാടം പഠിച്ച് ഇറങ്ങി പോരുന്നു. അവർക്ക് എങ്ങനെ ജോലി കിട്ടണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിലാണ് എല്ലാ സ്റ്റുഡൻറ്റും നീങ്ങി പോകുന്നത്. പിന്നെ ഇതിനെങ്ങനെ ഒരു മെഷർ എടുക്കും? പിന്നെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇപ്പം ലിങ്ക്ഡിൻ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ഇരിക്കാൻ മിക്ക പിള്ളേർക്കും ലിങ്ക്ഡിൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല, അതിലെങ്ങനെ ജോബ് അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല, കണക്ഷൻസ് കണക്ട് ചെയ്യാൻ അറിയില്ല.
അത് ആ പോയിന്റ് പെട്ടെന്ന് എടുത്ത് ഇത് കൺക്ലൂഡ് ചെയ്യാം. ഇത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ റൺ ചെയ്യുന്നൊരു ചലഞ്ചുണ്ട്. ലിങ്ക്ഡിനിലെ ഏറ്റവും ആക്റ്റീവായിട്ട് ഒരാൾക്ക് ആ ഒരു മാസം ഞങ്ങളൊരു പ്രൈസ് കൊടുക്കും. അവരുടെ എക്സ്പ്രഷൻ ആയിക്കോട്ടെ, ആ ക്ലാസ് റൂമിലൊരു കോൺവെർസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളതായിക്കോട്ടെ, അത് ലിങ്ക്ഡിനിൽ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ടീച്ചേഴ്സിനാണ് ഏറ്റവും അധികം പ്രൈസ് കൊടുക്കുന്നത്. ഈ പരിപാടി തുടങ്ങിയത് ടീച്ചേഴ്സുമായിട്ടാണ്. ഈ കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള, സോഷ്യൽ മീഡിയ ലിങ്ക്ഡിനാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത്. ടീച്ചേഴ്സ് ആക്റ്റീവ് ആകുമ്പോഴേ കുട്ടികൾ ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ ആ ചേഞ്ച് തുടങ്ങേണ്ടത് ശരിക്കും കുട്ടികളിൽ നിന്നല്ല, ടീച്ചേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഈ ജൂൺ മാസം മുതൽ ഈ ഡിസംബർ മാസം വരെ, എനിക്ക് തോന്നുന്നു ഡിസംബറിൽ പ്രൈസ് മാത്രമേ കൊടുക്കാൻ ബാക്കിയുള്ളൂ. ഏറ്റവും ആക്റ്റീവായിട്ട് ലിങ്ക്ഡിനിൽ ഒരു ക്ലാസ് റൂമിലെ കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ, ഒരു റീസെൻറ്റ് കറൻറ്റ് അഫെയർ, അല്ലെങ്കിൽ സബ്ജക്ട് റിലേറ്റഡ് മാറ്റർ പോസ്റ്റ് ചെയ്ത് അതിനൊരു കോൺവെർസേഷൻ, മീനിങ് ഫുൾ കോൺവെർസേഷൻ എൻഗേജ് ചെയ്യുന്നവർക്ക് പ്രൈസ് കൊടുക്കും. എനിക്ക് കേരളത്തിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റിക്കാർക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്ന്. അപ്പോൾ ഈ ഒരു ചേഞ്ച് എനിക്ക് തോന്നുന്നു കുട്ടികളിലേക്ക് എത്തിക്കുക. ഞാൻ കുട്ടികളെ ഇപ്പം ഇതിന് മുമ്പ് പറഞ്ഞ ഒരാൾ എനിക്കൊരു കുട്ടി പോസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞു. അത് ആ കുട്ടിയുടെ പേര് AK എന്നാണ്. അപ്പോൾ AK ഓരോ ദിവസം പോസ്റ്റ് ചെയ്യുന്ന ഓരോ ചിത്രം പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു ഫിലോസഫി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അത് നമുക്ക് ഓഫ്ലൈനിൽ സംസാരിക്കാം. പക്ഷേ ഇവരെയൊക്കെ നമ്മൾ തിരഞ്ഞു പിടിച്ച് പോയി അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് അവരെ എൻകറേജ് ചെയ്യുന്നൊരു കൾച്ചറാണ് ഞാൻ ബിലീവ് ചെയ്യുന്നതും നമ്മുടെ യൂണിവേഴ്സിറ്റി ബിലീവ് ചെയ്യുന്നതും. അതിൽ ഉറപ്പായിട്ട് മാറ്റം കൊണ്ടുവരും. ഈ ഇങ്ങനെയുള്ള എൻഗേജ്മെൻറ്റ് വരുമ്പോഴാണ് റെസ്യൂമെ ബിൽഡിങ്ങും, അല്ലെങ്കിൽ നല്ലൊരു CV ബിൽഡ് ചെയ്യാനും, നല്ലൊരു എംപ്ലോയബിൾ ആയിട്ടുള്ള റിസോഴ്സ് ബിൽഡ് ചെയ്യാനും യൂണിവേഴ്സിറ്റികൾ കേപ്പബിൾ ആകുന്നത്. പിന്നെ ആദ്യത്തെ ചോദ്യം ഇറാസ്മസ് നമ്മളൊരു പ്രൊജക്റ്റ് ഹരീഷിന് അറിയാം, ഹരീഷ് ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇറാസ്മസ് പ്രൊജക്റ്റ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ക്രൊയേഷ്യയിലൊരു യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ കോയിൻസിഡൻ്റ്ലി മിനിഞ്ഞാന്ന് ഞങ്ങളൊരു പ്രൊജക്റ്റ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇറാസ്മസിന്. അപ്പോൾ ഈ പറയുന്ന സ്കീമുകളെല്ലാം അത് മാത്രമല്ല, ഇറാസ്മസ് മാത്രമല്ല, നമ്മൾ ടൂറിംഗ് പ്രൊജക്റ്റും ചെയ്തിട്ടുണ്ട്. UK നിന്നും കഴിഞ്ഞ 2 വർഷമായിട്ട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സ്റ്റുഡൻസ് 15 ദിവസം ജയിലിൽ വന്ന് താമസിച്ച് ഇവിടുത്തെ കൾച്ചറും സിസ്റ്റവും ഞങ്ങളുടെ ക്ലാസ് റൂമുകളിൽ നിന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഗവൺമെൻറ് ഫണ്ടിങ്ങോടെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ബാച്ച് ഫെബ്രുവരി 15 വരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ ഇന്നോവേഷൻസും നടക്കുന്നുണ്ട്. എനിക്കത് നമ്മുടെ സോഷ്യൽ മീഡിയസിലെല്ലാം ആക്റ്റീവാണ്. അതിന് ഫർദറായിട്ട് കോൺവെർസേഷൻ നമുക്ക് ഓഫ്ലൈനിൽ എടുക്കാം. എനിക്ക് തോന്നുന്നു ഈ 2 കാര്യങ്ങൾ ഞാൻ ആൻസർ ചെയ്തു. ഞാൻ ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയയുടെ പവറിൽ, അല്ലെങ്കിൽ ആ കോൺവെർസേഷനിൽ ഉറപ്പായിട്ട് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിങ്, ഈ ഒരു അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ മാസവും മന്ത്ലി പ്രൈസ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകൂ, നിങ്ങളുടെ കോൺവെർസേഷൻ ലോകത്തോട് പറയൂ, അല്ലെങ്കിൽ ഇത് കണ്ട് കുട്ടികളും ഇതോടെ ആക്റ്റീവ് ആകും. ആ ഒരു കൾച്ചർ തന്നെ ചേഞ്ച് ചെയ്യും. ആ കൾച്ചർ ചേഞ്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവരെ എംപ്ലോയർ റെക്കഗ്നൈസ് ചെയ്യും, എംപ്ലോയർ കാണും. അത് പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഈ കോൺഫറൻസിൽ തന്നെ നമ്മൾ ബിൽഡ് ചെയ്തൊരു കാര്യമുണ്ട്. നിങ്ങൾ കാണാം, ഏകദേശം 17ഓളം എംപ്ലോയേഴ്സിന് ഞങ്ങൾ ഈ കോൺഫറൻസിൽ കൊണ്ടുവന്നു. ഈ ഇൻഫോ പാർക്കിൽ മാത്രമല്ല, ബിയോണ്ട് ഇൻഫോ പാർക്ക്, ഇന്ത്യയിലെ തന്നെ ടാറ്റ മുതൽ വിപ്രോ, അതുപോലെ തന്നെ EY, KPMG, ഡെലോയിറ്റ് മുതൽ എല്ലാ എംപ്ലോയേഴ്സിനെയും ഞങ്ങൾ ഈ കോൺഫറൻസിൽ കൊണ്ടുവരുന്നു. ഈ കോൺഫറൻസ് കൊണ്ടുവരാൻ കാരണം അതാണ്, അവരുടെ വ്യൂസ് നമ്മൾ കേൾക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി എന്താണെന്ന് അവരും കൂടെ മനസ്സിലാക്കണം എന്നുള്ള ഒരു വിഷനോടെയാണ് ഈ എംപ്ലോയേഴ്സിനെ എല്ലാം ഞങ്ങൾ ഈ കോൺഫറൻസിലും ഈ പല ചർച്ചകളിലും പല സെഷൻസിലും പാർട്ടാക്കിയത്. താങ്ക് യു. I just want to add here. One topic was there, how to prepare our students for future jobs. I just want to, it's a bottom line which I'll tell. The only way to prepare our students for future jobs is by preparing the teachers. You have to capacity build the teachers, invest in teachers so that they are ready to pass on the idea of preparing the students of future jobs. So that is what we are inculcating now. We are almost investing around 5 to 6 crores on teacher capacity building, even though it's a government university right now. So unless I'm telling you, the bottom line is the teachers are not prepared, students are never going to be prepared. So madam, I request you to kindly invest and increase the capacity of the teachers so that they inculcate this future ready generation, and that is the only way forward. You cannot expect the students alone to handle it. So that is Thank what you, sir. I would like to. I think the biggest investment that we made is the Summit of Future. The kind of exposure experience they've gone through for the last 3 months, not just the teachers, the non-teaching staff and the students. There's a classic example, the way we demonstrated our commitment to the society and to the state as well. Thank you. What a conversation there with numerous suggestions about how to make our higher education more effective. Thank you for that. And I'd like to bring on stage Mr. Vishal Chandraj, Director of Strategy and Development with Jain Group of Institutions. He's also the co-founder of USDC Global, to present a token of our appreciation to all of them on stage. Welcome, sir. Starting with Professor Shiva Prasad K, Vice Chancellor, APJ Abdul Kalam Technological University.
Professor K.K. Saju, Vice Chancellor, Kannur University. Professor Shivashankaran Bijoy Nandan, former Vice Chancellor of Kannur University and Dean of Faculty of Marine Sciences, Cochin University of Science and Technology. Professor J. Lata, Pro Vice Chancellor of Jain University.